IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി സുകാന്ത് സുരേഷ് കീഴടങ്ങി. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ പറയും. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സെൻട്രൽ സ്റ്റേഷനിൽ കീഴടങ്ങിയത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. തന്ത്രപരമായിട്ടുള്ള കീഴടങ്ങൽ. സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കീഴടങ്ങിയത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സുകാന്ത് സുരേഷിനെ പുറത്തേക്ക് കൊണ്ടുവരും. കാരണം മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകണം. നിലവിൽ തിരുവനന്തപുരത്ത് നിന്നും അന്വേഷണ സംഘം ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷം സുകാന്ത് സുരേഷിനെ കൊച്ചി പോലീസ് നേരെ തിരുവനന്തപുരം പോലീസിന് കൈമാറും. അതാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ. നേരെ തിരുവനന്തപുരത്തേക്ക് സുകാന്ത് സുരേഷിനെ കൊണ്ടുപോകും. പിന്നീടുള്ള നടപടികൾ അവിടെയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതൊക്കെ തന്നെ അവിടെ തന്നെയായിരിക്കും ഉണ്ടാകുക. ചോദ്യം ചെയ്യൽ വിശദമായിട്ട് തന്നെ ഉണ്ടാകും. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചില സുപ്രധാനമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് പുറത്തു വന്ന തെളിവുകൾ എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഇക്കാര്യത്തിൽ നിലനിൽക്കും. പ്രഥമ ദൃഷ്ട്യാ ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ കൃത്യമായിട്ടുണ്ട്. അതുമാത്രമല്ല, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഈ പെൺകുട്ടി, അതായത് ഈ IB ഉദ്യോഗസ്ഥയെ വലിയ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് സുകാന്ത് സുരേഷ്. സുകാന്തിന് മറ്റ് സ്ത്രീകളുമായിട്ട്, നിരവധി സ്ത്രീകളുമായിട്ട് ഒരേ സമയം ബന്ധമുണ്ടായിരുന്നു. ശാരീരിക ബന്ധം പോലും പുലർത്തിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വാട്സപ്പ് ചാറ്റുകൾ, അതായത് പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് പ്രേരണ സംബന്ധിച്ചുള്ള തെളിവെന്നുള്ള രീതിയിൽ ഇത് സംബന്ധിച്ചുള്ള വാട്സപ്പ് ചാറ്റുകൾ പോലീസിന് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ തെളിവുകളായിട്ട് പ്രോസിക്യൂഷൻ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ 10:15 ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് സുകാന്ത് സുരേഷിനെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. അതിന് തൊട്ടു പിന്നാലെ പിന്നീട് അതിനാടകീയമായിട്ട് കൊച്ചി പോലീസിന് മുന്നിൽ സുകാന്ത് സുരേഷ് കീഴടങ്ങുകയായിരുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട്, അതായത് മാർച്ച് മാസത്തിലാണ് IB ഉദ്യോഗസ്ഥ. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.